അങ്ങനെ ഒടുവിൽ മണിയം പെട്ടു ഗൈസ്, മണിനാഥൻ നിലച്ചു ഗൈസ്. അങ്ങനെ പ്രധാനമന്ത്രിനെ അപമാനപ്പെടുത്തിയ ആ പരാതിയില് ജാൻ മണിയനെ പൊക്കി പൂയ്, മണിയം പെട്ടേ മണിയനെ പൊക്കിയേ പൂയ്. വളരെ സന്തോഷം. ഇതിന്റെ പ്രഹസനമാണ് ഈ അറസ്റ്റ്. ഇത്രയും നാള് പോലീസിന് പൊക്കാൻ എന്താ വയ്യ കഴിയാഞ്ഞിട്ടാ. ഇവിടെ ഇന്റർപോളിന് തിരക്കുന്ന പ്രതികളെ വരെ പോലീസ് മിനിറ്റുകൾക്കുള്ളിൽ പൊക്കും, നമ്മുടെ കേരള പോലീസ്. അപ്പോ മണിയനെ ഇത്ര നാളും പൊക്കാതിരുന്നത് പല ഉന്നതരുടെ ഇടപെടൽ കൊണ്ടും പല സിനിമാക്കാരുടെ ഒക്കെ ഇടപെടൽ കൊണ്ടൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നല്ലോണം അറിയാം. ഇനിയിപ്പോ ഇതിനകത്ത് ഈ കേസിനകത്ത് മൈരനൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അതായത് ശേഷം ജാമ്യത്തിൽ ചിലപ്പോൾ പുറത്ത് വിടുകയും ചെയ്യും. അപ്പൊ എന്തായാലും പൊക്കിയതിൽ അറസ്റ്റ് ചെയ്തതെന്നുള്ള വാർത്തയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ബാക്കിയുള്ള മണികുണ്ടന്മാർക്കും ഇതൊരു പാഠമായിരിക്കണം. എന്ത് തന്തലാഴ്ത്തരം വന്ന് എല്ലാം വേണം, നമ്മളും പറയും, നമ്മൾ കളിയാക്കലുണ്ട്, ട്രോളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മരിച്ചുപോയ മാതാപിതാക്കളെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്തലാഴ്ത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മണിയാ മൈര നിന്റെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളും എടുത്തിട്ട് ഊക്കും. അല്ലാതെ നിയമപരമായിട്ടും കൈകാര്യം ചെയ്യും. അപ്പൊ അന്ത ഭയം ഇറക്കണം കേട്ടോ മൈരെ. അപ്പൊ അല്ല, ഇവനെ ഇനി കൊണ്ട് ഏത് ജയിലിൽ ഇടുകൂടെ? ഇനി കേരളം കത്തിക്കും ഇവന്റെ കുണ്ടന്മാരെല്ലാം കൂടെ. ഇനി ഇവനെ പാർപ്പിക്കാനായിട്ട് കൊണ്ടിടാൻ പ്രത്യേകതരം ജയിലും എല്ലാം പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ആണുങ്ങളുടെ ജയിലിൽ കൊണ്ടിടുവോ, അതിന് പെണ്ണുങ്ങളുടെ ജയിലിൽ കൊണ്ടിടുവോ? എവിടെ കൊണ്ടിടും? അഥവാ റിമാൻഡ് ചെയ്താല് ആണുങ്ങളുടെ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓടക്കുഴൽ വിളി കേട്ടോ മണിയ, നമ്മുടെ മണിയ. പെണ്ണുങ്ങളുടെ അവിടെ ആണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രണയം മണി തൂവൽ പൊഴിയും പവിഴമഴ മണിയ.